അൾത്താര തന്നിൽ സ്നേഹത്തിൻ സക്രാരി തീർത്തു. ആ സ്നേഹ സക്രാരിക്കുള്ളിൽ ഈശോ നീ വന്നു വാഴണമേ. ആത്മാവിൻ അൾത്താര തന്നിൽ സ്നേഹത്തിൻ സക്രാരി തീർത്തു. ആ സ്നേഹ സക്രാരിക്കുള്ളിൽ ഈശോ നീ വന്നു വാഴണമേ. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ നാഥനേ, ഓ എൻ്റെ ആത്മാവിൻ രക്ഷകനേ, ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ നാഥനേ, ഓ എൻ്റെ ആത്മാവിൻ രക്ഷകനേ. ഓരോ നിമിഷവും കാവലായി എന്നുള്ളിൽ നിറവേകും കൃപകളായി. ഓരോ നിമിഷവും കാവലായി എന്നുള്ളിൽ നിറവേകും കൃപകളായി. നൊമ്പരമൊക്കുന്ന കരങ്ങളാലേ അകതാരിൽ സൗഖ്യത്തിൻ സ്പർശമായി. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ നാഥനേ, ഓ എൻ്റെ ആത്മാവിൻ രക്ഷകനേ. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഈ അനുഗ്രഹീതമായ ദിവസം പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടും കാവൽ മാലാഖമാരോടും ചേർന്ന് ത്രിയേക ദൈവത്തെ ആരാധിക്കാൻ, മഹത്വപ്പെടുത്താൻ അങ്ങയുടെ പ്രിയരായി ഞങ്ങളെല്ലാവരും അങ്ങയുടെ മുമ്പിലായിരിക്കുന്നു. ഈശോയെ അവിടുന്ന് നോക്കിക്കാണണമേ. കർത്താവിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ നമുക്ക് ഉറപ്പിക്കാം. നിത്യകന്യകയും അമലോത്ഭവയും സ്വർഗാരോപിതയുമായ ഏറ്റവും പ്രിയപ്പെട്ട പരിശുദ്ധ മറിയത്തോട് ചേർന്ന് ജപമാല രാജ്ഞിക്ക് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ മാസത്തിൽ സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദിവ്യകാരുണ്യത്തിൻ്റെ നാഥേ, ഈ ആത്മീയ യുദ്ധത്തിൽ ഞങ്ങളെ നീ സഹായിക്കുക. ജപമാലയുടെ റാണി, തിരുസഭയുടെ രാജ്ഞി, ഈ ആത്മീയ യുദ്ധത്തിൽ നീ ഞങ്ങളോടൊപ്പമായിരിക്കുക. അമ്മ മറിയത്തിൻ്റെ സകല വിശുദ്ധരുടെ പ്രാർത്ഥനയും കരുതലും സംരക്ഷണവും തേടിക്കൊണ്ട് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഈശോയെ നമുക്ക് മഹത്വപ്പെടുത്താം. അവൻ നമ്മുടെ സമീപത്തുണ്ടല്ലോ. അവൻ നമ്മെ മഹത്വപ്പെടുത്താൻ, അനുഗ്രഹിക്കാൻ കാത്തു നിൽക്കുകയാണല്ലോ. സ്നേഹത്തോടെ ഈശോയുടെ കൈകളിലേക്ക് കരവും ഹൃദയവും മനസ്സും എല്ലാം ഉയർത്തിക്കൊണ്ട് ഈശോയെ നമുക്ക് ആരാധിച്ചു മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ദൈവമേ ആരാധിക്കുന്നു കർത്താവേ, മഹത്വപ്പെടുത്തുന്നു കർത്താവേ.
ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. സകല വിശുദ്ധരോടും ചേർന്ന് സ്തുതിക്കുന്നു കർത്താവേ. പരിശുദ്ധ കന്യകയോട് ചേർന്ന് സ്തുതിക്കുന്നു കർത്താവേ. തിരുസഭയോട് ചേർന്ന് സ്തുതിക്കുന്നു കർത്താവേ. എല്ലാ സുവിശേഷകരോടും ചേർന്ന് സ്തുതിക്കുന്നു കർത്താവേ. വേദസാക്ഷികളോട് ചേർന്ന് സ്തുതിക്കുന്നു കർത്താവേ. സ്വർഗ്ഗവാസികളോട് ചേർന്ന് സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു കർത്താവേ. ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു യേശുവേ. അമ്മ മറിയമൊപ്പം അങ്ങേ ആരാധിക്കുന്നു. യോസേപ്പ് പിതാവിനൊപ്പം അങ്ങേ ആരാധിക്കുന്നു. കാവൽ മാലാഖയൊപ്പം അങ്ങേ ആരാധിക്കുന്നു. സകല വിശുദ്ധരൊപ്പം അങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, കുമ്പിടുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ഈശോയെ. ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. സർവചരാചരങ്ങളോടും ചേർന്ന് മഹത്വപ്പെടുത്തുന്നു കർത്താവേ. പരിശുദ്ധ കന്യകയോട് ചേർന്ന് മഹത്വപ്പെടുത്തുന്നു കർത്താവേ. വിശുദ്ധനും അനുഗ്രഹീതനുമായ യൗസേപ്പിനോട് ചേർന്ന് മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഞങ്ങളുടെ പേരിന് കാരണീഭൂതരായ വിശുദ്ധരോട് ചേർന്ന് മഹത്വപ്പെടുത്തുന്നു കർത്താവേ. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെ അവിടുന്ന് നോക്കി കാണണമേ. ശുശ്രൂഷയുടെ ഫലം അനുഭവിക്കുന്ന എല്ലാ ദൈവജനത്തെയും നോക്കി കാണണമേ. ഇവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ അങ്ങയുടെ കരുണയുടെ കരമയക്കണമേ. സ്നേഹത്തിന്റെ കരമയക്കണമേ. വാത്സല്യത്തിന്റെ കരമയക്കണമേ. തിന്മയുടെ കൂരമ്പുകളെ തകർക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ സാന്നിധ്യം അയക്കണമേ. ഈശോയെ ഞങ്ങൾ ഒന്ന് ചേർന്ന് ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ആരാധിക്കുന്നു കർത്താവേ. ദൈവമേ നന്ദി, ദൈവമേ ദൈവമേ നന്ദി, ദൈവമേ ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ. ആരാധന ആരാധിക്കുന്നു, കുമ്പിടുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, കുമ്പിടുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന എല്ലാ ഘടകങ്ങളിൽ നിന്നുള്ള വിടുതലും മോചനവും ഈ അനുഗ്രഹീതമായ ദിവസം നീ ഞങ്ങൾക്ക് തരണമേ. ഒരുപാട് അങ്ങയെ പ്രതി വേദനിക്കുന്ന, അങ്ങയെ പ്രതി തകർക്കപ്പെടുന്ന എല്ലാ ജീവിതങ്ങളെയും അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കൃപാവരം നിറഞ്ഞൊരു തലമുറയെ ഞങ്ങളുടെ രാജ്യത്ത് അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കണമേ. പരിശുദ്ധാത്മ കൃപയുടെ അഭിഷേകമുള്ള ഒരുപാട് അനുഗ്രഹീതരായ ശുശ്രൂഷകരെ അവിടെ നിന്ന് ഉയർത്തണമേ. ദൈവമക്കളെ അവിടെ നിന്ന് ഉയർത്തണമേ. അങ്ങയുടെ മഹത്വത്തിന്റെ തേജസ് തെളിഞ്ഞു വരട്ടെ. ഒരു പുതിയ തലമുറ ഉദയം ചെയ്യട്ടെ. കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു പുതിയ തലമുറ ഉണ്ടാകട്ടെ. കർത്താവെ, സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടക്കാൻ, ദേശങ്ങൾ പിടിച്ചെടുക്കാൻ അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ.
അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഈശോയിലേക്ക് നമ്മുടെ വലതുകരം നീട്ടിപ്പിടിച്ചുകൊണ്ട് വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ വിപരീതമായ ശക്തികളിൽ നിന്നും കർത്താവ് നമുക്ക് മോചനം തരും. രോഗമാകാം, ക്ലേശമാകാം, നഗ്നതയാകാം, വാളാകാം, ദൂതന്മാരാകാം, മരണമാകാം, എന്തായിരുന്നാലും അതെ, അധികാരത്തിന്റെ നാഥൻ, രാജാതിരാജനായ കർത്താവ്, നീതിമാനായ ദൈവം, തൻ്റെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന കർത്താവ് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരും, നിങ്ങളെ സ്പർശിക്കാൻ വരും, നിങ്ങൾ കിടക്കുന്ന മുറികളിലേക്ക് വരും, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് വരും, അവരായിരിക്കുന്ന ഹോസ്റ്റലുകളിലേക്ക് വരും, അവരായിരിക്കുന്ന പഠനമുറികളിലേക്ക് വരും. വിപരീത ശക്തികൾ കർത്താവിന്റെ നാമത്തിൽ തകർന്നു പോകട്ടെ. കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരട്ടെ. കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരട്ടെ. ഡാനിയേൽ ഫാസ്റ്റിൽ അറ്റൻഡ് ചെയ്യുന്ന 10,000-കണക്കിന് ദൈവമക്കൾക്കായി കർത്താവേ, ആകാശം ചായിച്ചങ്ങയുടെ കൃപ വർഷിക്കണമേ, സ്നേഹം വർഷിക്കണമേ, കരുതലോടെ നോക്കണമേ, കരുതലോടെ നോക്കണമേ. അങ്ങയുടെ സൈന്യത്തെ അയക്കണമേ, അങ്ങയുടെ ജനത്തെ വിടുവിക്കണമേ, അങ്ങയുടെ ജനത്തെ വിടുവിക്കണമേ, അങ്ങയുടെ പ്രിയപ്പെട്ടവരെ വിടുവിക്കണമേ. സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും, രാജാവാം ദൈവം നമ്മോടൊത്തെന്നും, യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. അതേ ദൈവമേ, പിതാക്കന്മാരുടെ ദൈവം, അബ്രാഹത്തിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, ദാനിയേലിന്റെ ദൈവം, എസക്കിയേലിന്റെ ദൈവം, യേശയ്യായുടെ ദൈവം, പൗലോസിന്റെ ദൈവം, പത്രോസിന്റെ ദൈവം, ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്ന കർത്താവ്, അതെ, അവൻ ഞങ്ങളുടെ അടുത്തേക്ക് വരും. അവിടുന്ന് ഞങ്ങളെ മോചിപ്പിക്കും, അവിടുന്ന് ഞങ്ങൾക്ക് വിടുതൽ തരും. ഈ നാളുകളിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥനയുടെ മേൽ കർത്താവിന്റെ കരം ഞങ്ങളുടെ മേൽ വരും. സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും, രാജാവാം ദൈവം നമ്മോടൊത്തെന്നും, യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും, രാജാവാം ദൈവം നമ്മോടൊത്തെന്നും, യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ഈശോയിൽ സഹോദരങ്ങളെ, ഡാനിയേൽ ഫാസ്റ്റിൻ്റെ 15-ാം ദിവസത്തിലാണ് നാം ഇന്ന്. കഴിഞ്ഞ 14 ദിവസങ്ങളിൽ ദൈവം നമ്മളെ നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഒരിക്കൽ കൂടി നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഇവിടെ നിന്ന് തന്നിരിക്കുന്ന നമ്പറുകളിലേക്ക് അയക്കുകയോ വിളിക്കുകയോ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി 100 കണക്കിന് മനുഷ്യർ ലോകത്തിൻ്റെ വിധങ്ങളായ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് സംഘാതമായൊരു പ്രാർത്ഥനയാണ്, ഒരുമിച്ചുള്ള പ്രാർത്ഥനയാണ്. സെൽഫിഷ്നെസ് എല്ലാം വെടിഞ്ഞ് സെൽഫ്ലെസ്സായി നമുക്ക് വേണ്ടി, ലോകത്തിനു വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടി, മത നേതാക്കൾക്ക് വേണ്ടി എല്ലാം ദൈവമക്കൾ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഉയർത്തുന്ന പ്രാർത്ഥനയാണ് ഇത്. ഏത് മതപശ്ചാത്തലത്തിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിലും ഈ അനുഗ്രഹീതമായ നാളുകളിൽ ഈശോയെ നീ നോക്കി പ്രാർത്ഥിക്കുക. നിൻ്റെ ജീവിതം തീർച്ചയായും അവിടുന്ന് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഇതുപോലെ തന്നെ നേരത്തെ നിങ്ങളോട് ഞാൻ സൂചിപ്പിച്ചിരുന്നു, സാധിക്കുന്ന എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. ഒപ്പം കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കാൻ ഈ 14 ദിവസത്തിനിടയിലും കഴിയാത്തവർ സമയം കണ്ടെത്തുക. ഈ ദിവസങ്ങളിലെങ്കിലും ശുശ്രൂഷ കഴിയുന്നതിന് മുമ്പേ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുക. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ, അവർക്കതിനോട് താല്പര്യക്കുറവുണ്ട് എങ്കിൽ
അവരെ കുറേ കൂടി പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് കൂടി പരിഹാരം ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈശോ നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. നാളെ മുതൽ നിങ്ങൾ ശുശ്രൂഷയിൽ പങ്കുകാരാകുന്ന സമയത്ത് ഒരു കുരിശു കൂടി നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കരുതണം. നമ്മൾ മുമ്പ് ഡാനിയേൽ ഫാസ്റ്റ് നടത്തിയപ്പോൾ അതിൽ പങ്കുകാരായിട്ടുള്ളവർക്ക് അറിയാം, നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ 6-7 ദിവസങ്ങളിൽ തുടർച്ചയായി വിശുദ്ധ കുരിശെല്ലാം പിടിച്ച് സംരക്ഷണത്തിൻ്റെ പ്രാർത്ഥനകളും വിമോചനത്തിൻ്റെ പ്രാർത്ഥനകളും എല്ലാം നമ്മൾ നടത്തും. അപ്പോൾ ഒരുമിച്ച് ഈ അനുഗ്രഹീതമായ ദിവസങ്ങൾ കർത്താവിൻ്റെ വലിയൊരു ആഘോഷമാക്കി നമ്മുടെ ജീവിതത്തിൽ മാറ്റാം. ഒരു വചനഭാഗം പങ്കുവെച്ച് നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ഈ വചനം പറയുന്നത് പ്രധാനമായും ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകുന്ന വൈദികർ, പിതാക്കന്മാർ, ആത്മീയ നേതാക്കൾ, സന്യസ്തർ, സെമിനാരിക്കാർ, വൈദിക വിദ്യാർത്ഥികൾ, ഇവരെ പ്രത്യേകം ലക്ഷ്യം വെച്ച് കൂടിയാണ്. കേൾക്കുക, നിങ്ങളുടെ കൈകളിൽ ഒരു അലബാസ്റ്റർ ജാറുണ്ട്. എന്താണ് ഈ അലബാസ്റ്റർ ജാർ എന്ന് പറഞ്ഞാൽ? മർക്കോസിൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിലാണ് പറയുന്നത്, നാദീർ തൈലത്തിൻ്റെ ഒരു ജാറുമായി ആ പെൺകുട്ടി കുഷ്ഠരോഗിയായ ശിമിയോൻ്റെ ഭവനത്തിൽ വന്നു. അവൾ പാപിയായിരുന്നു. പക്ഷേ അവൾ എന്താണ് ചെയ്തത്? ആ ജാർ, ആ നാദീർ തൈലത്തിൻ്റെ ജാർ അവൾ തകർത്ത് കളഞ്ഞു. പെട്ടെന്ന് തന്നെ ആ പരിസരത്തുടനീളം സുഗന്ധ തൈലം നിറഞ്ഞു. നമ്മൾ ഓർക്കണം, ഏറ്റവും അഭിഷേകമുള്ള ഒരു വ്യക്തിയാണെങ്കിലും അനുഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് എങ്കിലും ആ ജാർ പൊട്ടിച്ചു കളഞ്ഞില്ല എങ്കിൽ നിങ്ങളിലൂടെ സുഗന്ധ തൈലം പുറത്തേക്ക് വരില്ല. പ്രിയപ്പെട്ട പിതാക്കന്മാരെ, വൈദികരെ, വൈദിക വിദ്യാർത്ഥികളെ, നമ്മളൊക്കെ ഈ അലബാസ്റ്റർ ജാറിൽ കൃപാവരങ്ങൾ ഒരുപാട് സ്വീകരിച്ചിട്ടുള്ളവരാണ്. എന്താണത്? അത് കുദാശകളാണ്. മാമുദീസ, സ്ഥൈര്യലേപനം, ഡീക്കന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഡയക്കനറ്റിലൂടെ, പ്രീസ്റ്റ്ഹുഡിലൂടെ, എപ്പിസ്കോപ്പേറ്റിലൂടെ, ഇവയിലൂടെ എല്ലാം നമുക്ക് എന്താണ് കിട്ടുന്നത്? പുതുതായി മൂറോൻ നമ്മുടെ ശിരസിൽ പൂശിക്കൊണ്ട് വിശുദ്ധ തൈലം നമ്മുടെ മേൽ അഭിഷേകം ചെയ്യുകയാണ്. അപ്പോഴാണ് ചിലർ പറയുന്നത്, എന്താണെന്ന് അറിഞ്ഞുകൂടാ, എന്നിലൂടെ യാതൊന്നും ദൈവം ചെയ്യാത്തതുപോലെ. സഹോദര, സഹോദരി, കേൾക്കുക, ഒരു പക്ഷേ ഇതിൻ്റെ കാരണം അലബാസ്റ്റർ ജാർ നീ തകർത്ത് കളയുന്നില്ല എന്നുള്ളത് കൂടിയാണ്. നിനക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ ഏറ്റവും മനോഹരമാണെങ്കിലും, കുദാശകളിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപ ഒരുപാട് ഉന്നതമാണെങ്കിലും അതടച്ചു വെച്ചാൽ ഒരിക്കലും സുഗന്ധം പുറത്തേക്ക് വരില്ല. എന്നാൽ അവൾ ആ ജാർ തകർത്ത് കളഞ്ഞു. എന്താണ് സംഭവിച്ചത്? മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും നല്ല പെർഫ്യൂമിനെ പോലും തോൽപ്പിക്കുന്ന വിധത്തിൽ സുഗന്ധ തൈലം കൊണ്ട് ആ ഭവനം മുഴുവൻ നിറഞ്ഞു. ശിഷ്യന്മാരവിടെ ഉണ്ടായിരുന്നു. ഈ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 14-ലാണ്. ഒപ്പം മത്തായിയുടെ സുവിശേഷം 26-ലും യോഹന്നാൻ്റെ സുവിശേഷം 12-ലും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ചിലർ ചോദിച്ചു, ഇതെന്തിനാണിത് പൊട്ടിക്കുന്നത്? ഇതെന്തിനാണ് തകർത്ത് കളയുന്നത്? അവരുടെ കയ്യിലെല്ലാം കൃപാവരങ്ങളുണ്ടായിരുന്നു. യുദാസാണ് ഒരാൾ ചോദിക്കുന്നത്. അവരുടെ ഉള്ളിലെല്ലാം കൃപാവരങ്ങളുണ്ടായിരുന്നു. പക്ഷേ സ്വാർത്ഥതയുടെ ജാർ പൊട്ടിക്കാൻ അവർ തയ്യാറായില്ല. അവരുടെ തന്നിഷ്ടത്തിൻ്റെ ജാർ പൊട്ടിക്കാൻ അവർ തയ്യാറായില്ല. സഹോദരങ്ങളെ ഓർക്കണം, വിശ്വാസി സമൂഹം കൃപാവരങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു സമൂഹമായിട്ട് മാറണമെങ്കിൽ നിങ്ങളുടെ അലബാസ്റ്റർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വാക്കാണ്, അലബാസ്റ്റർ ജാറുകൾ തകർത്ത് കളയണം. നിങ്ങളുടെ നാദീർ തൈലത്തിൻ്റെ ഔഷധം കൊണ്ട് നടക്കുന്ന ആ ജാർ, അതിൻ്റെ മുകൾ ഭാഗം നിങ്ങൾ തകർത്ത് കളയണം. നമ്മെ കൂടാതെ നമ്മെ സൃഷ്ടിച്ച നമ്മുടെ ദൈവത്തിന് നമ്മുടെ മേൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. കേൾക്കുക, വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നതാണ്, നമ്മെ സൃഷ്ടിച്ച നമ്മുടെ ദൈവത്തിന് നമ്മളെ കൂടാതെ നമ്മുടെ മേലൊന്നും ചെയ്യാൻ കഴിയില്ല. വിശുദ്ധ തൈലം തരുന്നത് കർത്താവാണ്, അനോയിൻറ്റിങ് തരുന്നത് കർത്താവാണ്. പക്ഷേ ആ ജാർ പൊട്ടിച്ച് കളഞ്ഞില്ല എങ്കിൽ സുഗന്ധം വരില്ല. ഈശോയെ, ഈ ഉപവാസത്തിൻ്റെ, പ്രാർത്ഥനയുടെ, പ്രാശ്ചിത്ത ചെയ്തികളുടെ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ സ്വാർത്ഥതയുടെ ജാറുകൾ അവിടുന്ന് തകർത്ത് കളയണമേ. ഇപ്പോഴും ഞങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്ന, ഒരുപക്ഷെ ഞങ്ങൾ പോലും അറിയാതെ കൊണ്ട് നടക്കുന്ന അഡിക്ഷൻസ്, തെറ്റായ ബന്ധങ്ങൾ, ഒരു വിധത്തിലും കയറിപ്പോരാൻ പറ്റാത്ത വിധത്തിലുള്ള കുടുക്കുകൾ, അങ്ങനെ അനുഭവിക്കുന്നൊരു വ്യക്തിയാണോ നീ? ഈശോയോട് പറയണം,
ഈശോയെ, എന്നെ സഹായിക്കണം, എന്നെ നീ അനുഗ്രഹിക്കണം. ഒരുപാട് പേർക്ക് സുഗന്ധം പരത്തേണ്ട ജീവിതം ഒരാൾക്കും സുഗന്ധം പരത്താതെ, ഒരാളെയും സ്വാധീനിക്കാതെ കടന്നു പോകാൻ ഇടവരരുത്. കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നു, ഈശോ നമ്മളെ ക്ഷണിക്കുന്നു. ഈശോയെ, എന്നെ ഈ അനുഗ്രഹീതമായ ദിവസം അവിടുന്ന് അനുഗ്രഹിക്കുക. സ്നേഹത്തോടെ എൻ്റെ അടുത്തേക്ക് വരിക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, നാളെ നിങ്ങൾ ഒരുമിച്ച് കൂടുന്ന നേരത്ത്, ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകുന്ന സമയത്ത് ഒരു വിശുദ്ധമായ കുരിശോ അല്ലെങ്കിൽ ജപമാലയോ പ്രധാനപ്പെട്ട വിശുദ്ധമായ എന്തെങ്കിലും വസ്തുവോ നിങ്ങൾ കരുതുക. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ചൈതന്യം ധാരാളമായി ഇറങ്ങി വരുന്നതായി നിങ്ങൾക്ക് മനസ്സിലാകും. ഒരുപക്ഷെ ഈ മാസം നിങ്ങൾ ഇടവകയിലോ മറ്റേതെങ്കിലും സമൂഹത്തിലോ ഒക്കെ ആയിരുന്ന് ജപമാലകൾ ചെല്ലുന്ന മാസം കൂടിയായിരിക്കാം. അമ്മ മറിയത്തോട് ചേർന്നും പ്രാർത്ഥിക്കുക. തീർച്ചയായും കർത്താവ്, മഹോന്നതനായ ദൈവം നമ്മളെ സന്ദർശിക്കും, നമ്മളെ അനുഗ്രഹിക്കും. ഈശോയിലേക്ക് നോക്കി സ്നേഹത്തോടെ നമ്മളെ തന്നെ അർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, സകല വിശുദ്ധരുടെയും കാവൽ മാലാഖമാരുടെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിൻ്റെയും മധ്യസ്ഥവും പ്രാർത്ഥനയും തേടിക്കൊണ്ട് പരിശുദ്ധമായ കുരിശിൻ്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ നടത്തുന്ന ഈ ആത്മീയ യാത്രയിൽ കർത്താവേ, അവിടുന്ന് തിരുവുള്ളമാകണമേ. തിന്മയുടെ ശക്തികളെ തകർക്കാൻ, വിപരീതമായ സാഹചര്യങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കാൻ ഈ അനുഗ്രഹീതമായ ദിവസങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ അനുവദിക്കുക. അങ്ങയുടെ മഹത്വത്തിൻ്റെ കുരിശ്, ഭോഷത്വത്തിൻ്റെ അടയാളമായി വിശദീകരിക്കപ്പെട്ട കുരിശ് ഞങ്ങൾക്ക് ഈ നാളുകളിൽ വിമോചനത്തിൻ്റെ അടയാളമായിട്ട് മാറട്ടെ. ഇപ്പോൾ ആരുടെയെങ്കിലും കൈകളിലൊക്കെ വിശുദ്ധമായ കുരിശോ ജപമാലയോ എന്തെങ്കിലും വിശുദ്ധമായ വസ്തുക്കളോ ഉണ്ട് എങ്കിൽ അവ ചേർത്ത് പിടിച്ച് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കുകാരാകുമല്ലോ. കുരിശുയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നോട് ചേർന്ന് പറയുക, ഇതാ കർത്താവിന്റെ കുരിശ്, ഇതാ കർത്താവിന്റെ കുരിശ്. ദുഷ്ടശക്തികളെ ഓടിപ്പോവുക, ദുഷ്ടശക്തികളെ ഓടിപ്പോകുക. യൂദായുടെ സിംഹവും, യൂദായുടെ സിംഹവും, ദാവീദിന്റെ വേരുമായവൻ, ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു, വിജയം വരിച്ചിരിക്കുന്നു. ഇതാ കർത്താവിന്റെ കുരിശ്, ഇതാ കർത്താവിന്റെ കുരിശ്. ദുഷ്ടശക്തികളെ ഓടിപ്പോവുക, ദുഷ്ടശക്തികളെ ഓടിപ്പോകുക. യൂദായുടെ സിംഹവും, യൂദായുടെ സിംഹവും, ദാവീദിന്റെ വേരുമായവൻ, ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു, വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ കർത്താവിന്റെ കുരിശ്, ഇതാ കർത്താവിന്റെ കുരിശ്. ദുഷ്ടശക്തികളെ ഓടിപ്പോവുക, ദുഷ്ടശക്തികളെ ഓടിപ്പോകുക. യൂദായുടെ സിംഹവും, യൂദായുടെ സിംഹവും, ദാവീദിന്റെ വേരുമായവൻ, ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു, വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിൽ നിന്നും രക്ഷിക്കാൻ വരണമേ. അങ്ങയെയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവൻ ഒരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ പ്രത്യേകം ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ
അവന്റെ സൈന്യത്തെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവൻ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. ആമേൻ. കർത്താവേ ശ്രവിക്കേണമേ, കർത്താവേ പൊറുക്കേണമേ, കർത്താവേ ക്ഷമിക്കേണമേ, കർത്താവേ പൊറുക്കേണമേ. ചെവിച്ചായ്ക്കേണമേ, കണ്ണുകൾ തുറക്കേണമേ. ദൈവമേ ചെവിച്ചായ്ക്കേണമേ, കണ്ണുകൾ തുറക്കേണമേ. അങ്ങേ നാമം ധരിക്കും ജനതയെ കാരുണ്യമോടെ കടാക്ഷിക്കണേ. കർത്താവേ ശ്രവിക്കേണമേ, കർത്താവേ പൊറുക്കേണമേ, കർത്താവേ ശ്രവിക്കേണമേ, കർത്താവേ പൊറുക്കേണമേ. ദാനിയേലെ പോലെ ഞാൻ നിന്റെ മുൻപിൽ താഴ്ന്നിരിക്കാം. വിറയാർന്ന കരങ്ങൾ കൂപ്പി നിന്ന് പ്രാർത്ഥനകൾ ചൊരിയാം. കർത്താവേ ശ്രവിക്കേണമേ, കർത്താവേ പൊറുക്കേണമേ, കർത്താവേ ശ്രവിക്കേണമേ, കർത്താവേ പൊറുക്കേണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. പരിശുദ്ധ പരമദിവ്യ കാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യ കാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അളവറ്റ കരുണ ഞങ്ങളുടെ മേൽ ചൊരിയുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.